നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 പുതിയൊരു മാസം ആരംഭിക്കുന്ന ദിവസം. ഇന്നേ ദിവസം തന്നെ ഈ നാളുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. രാശിപ്രകാരം നോക്കുമ്പോൾ ഈ നാളുകാർക്ക്, ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ദിവസം തന്നെയാണ്. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. രാശിപ്രകാരം ഏതെല്ലാം രാശിക്കാർക്കാണ്, നാളുകാർക്കാണ് ഇന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 1 അനുകൂലമായി ഭവിക്കുക എന്ന് മനസ്സിലാക്കാം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകേരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. കാര്യാസൂത്രണവും കാര്യനിർവഹണവും ഒരേപോലെ തന്നെ നിർവഹിക്കുവാനും ശോഭിക്കുവാനും സാധിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന ദിവസമായി മാറാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ശുഭകാര്യങ്ങൾ പലതും ചെയ്യുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക, കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾക്ക് സമയം നീക്കിവെക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമായി മാറും. ഊഹക്കച്ചവടം, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി തീരാം എന്നുള്ളതാണ്. അത്തരം ചില കാര്യങ്ങളും വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം അലച്ചിൽ ഉണ്ടാകുവാനും ദേഹക്ലേശങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും മുടക്കം കൂടാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിടത്തിൽ സമാധാനം വന്ന് ചേരുക, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനക്ലേശം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചുമതലകൾ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. നീതി നിഷേധിക്കപ്പെടുന്നതായ കാര്യങ്ങൾ ഉണ്ടാകണം എന്നില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും കൃത്യമായ ആസൂത്രണം നടത്തുവാനും കുടുംബകാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വൈര്യം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തർക്കങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും മുടക്കം കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. അധ്വാനം പാഴാവില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളുടെയും മൂല്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലർക്കും നിർദ്ദേശങ്ങൾ കൈമാറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിലൂടെയും ആദായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കൂടിയാലോചനകൾ നടത്തുവാൻ സാധ്യതയുള്ള ദിവസമായി മാറാം. പല കാര്യങ്ങളും പുതുതായി പഠിക്കുന്നതിൽ ആഹ്ലാദം വന്നു ചേരാം. ആശ്വാസം ലഭിക്കുന്നതായ പല കാര്യങ്ങളും, അത് ധനപരമാണ് എങ്കിൽ ചില സഹായങ്ങളോ അല്ലെങ്കിൽ വായ്പയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെയും നേടിയെടുക്കുന്ന ലാഭമാണ് എങ്കിലും, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം വന്നു ചേരാം. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ക്ലേശം മനസ്സിലാക്കി സാമ്പത്തിക സഹായമാണ് എങ്കിലും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. പിന്മാറിയതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഘു യത്നങ്ങൾ കൊണ്ട് തന്നെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ പുരോഗതി പ്രതീക്ഷിക്കാം. ഉന്നത അധികാരികളുടെ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും മിടുക്ക് തെളിയിക്കുവാൻ സാധിക്കും.
വായ്പയുടെ അടവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തെളിയാവുന്നതുമാണ്. ആധ്യാത്മികമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. സാമൂഹിക അംഗീകാരങ്ങൾ ലഭിക്കുക, കലാപരമായ കാര്യങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുക, കഴിവുകൾ തെളിയിക്കുക, അവസരങ്ങൾ വന്നു ചേരുക, അത് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഏവരും ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ഭദ്രദീപം തെളിയിച്ച് ദേവിക്ക് പായസം അല്ലെങ്കിൽ ഫലങ്ങൾ, മധുരപലഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ധനു രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുവാൻ, പാലിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട് കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയും തന്മൂലം മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്യാം. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇടപെടലുകൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനും കലഹങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളെ സന്ദർശിക്കുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും വിജയങ്ങൾ കൈവരിക്കുക, ക്രയവിക്രയം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ കുറയുന്ന, ആശ്വാസം ലഭിക്കുന്ന ദിവസമായി മാറാം. തൊഴിൽ മാറ്റത്തെക്കുറിച്ച് താൽക്കാലികമായി ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. ജോലി കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി ആവശ്യമാണ്. ഒന്നും നിസാരമായി കാണാൻ പാടില്ല എന്നുള്ളതാണ്. സഹപ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ വിശ്രമിക്കാൻ ചില അവസരങ്ങളിൽ വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്ന് വരാം. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വന്നു ചേരാം. ഭൗതികമായ അന്വേഷണങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്ന സമയമാണ്. ധനാഗമം സുഗമമായി തീരും. ശത്രുക്കൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അമിതമായ ആത്മവിശ്വാസം ഉപേക്ഷിക്കേണ്ടതായ സമയമാണ്. ഇന്നേ ദിവസം പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ദിവസം തന്നെയാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും മഹാലക്ഷ്മി ദേവിക്ക് ഫലങ്ങളും മധുരപലഹാരങ്ങളും അല്ലെങ്കിൽ പായസമാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുമെങ്കിൽ ഭദ്രദീപം തന്നെ, അതും നെയ്വിളക്ക് തന്നെ തെളിയിച്ച് അമ്മയെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ദിവസമാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ, ചില വിശ്വാസങ്ങളിൽ ഉലച്ചിൽ തട്ടാവുന്ന ഒരു ദിവസമായി മാറാം. ചിലരോട് നിങ്ങൾക്ക് തോന്നിയതായ ബഹുമാനം തന്നെ ഇല്ലാതാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ ജീവിത സ്നേഹം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ്. കാര്യങ്ങളെ നേർവഴിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ, സഹായം ലഭിക്കാവുന്ന ദിവസം തന്നെയാകുന്നു. തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആദായം പല കാര്യങ്ങളിൽ നിന്നും വന്നു ചേരാം. ആദായം മോശമാകില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ, ദേഹസുഖം, മനസുഖം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. എങ്കിലും പൊതുവിൽ സമ്മിശ്രമായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ അന്തസംഘർഷം ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്.
വരുമാനം നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ കടന്നു വരാം. പല കാര്യങ്ങളും ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നേടാം എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകാനുള്ള സാധ്യതകൾ, കപ്പിനും ചുണ്ടിനുമിടയിൽ കാര്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അതിനാൽ ചില കാര്യങ്ങളിൽ തോൽവി പിണയുവാനുള്ള സാധ്യതകളുണ്ട്. ലഘുയാത്രകളാൽ കാര്യസാധ്യം വന്ന് ചേരുന്ന സമയമാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കർമ്മവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ആലസ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അവസരങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ്. ചുമതല വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വേതനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ പൊതുവെ കുറവാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം. വ്യാപാരികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വിഷമതകളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ദേവിക്ക് പാൽപായസം, മധുരപലഹാരങ്ങൾ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ദേവി മന്ത്രങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജപിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.